ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ക്ലാസ്മേറ്റ് മലയാളം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ പുതിയ സിലബസ് അനുസരിച്ചുള്ള 3ാമത്തെ ചാപ്റ്ററാണ്. അതിൽ 4ാമത്തെ സെക്ഷൻ മധ്യഭാഗം അഥവാ മിഡ് സെക്ഷൻ. അതിൻ്റെ തിയറി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. ഇനി നോക്കാനുള്ളത് അതിൽ സൊല്യൂഷൻ ഫോർ അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. സോ അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടന്റ് എന്തായിരുന്നു? നമ്മൾ ട്രയാങ്കിളിൽ സെയിം റേഷ്യോയിൽ, അതായത് മിഡ് പോയിന്റ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്ത് നോക്കി. ഏത് ത്രികോണത്തിലും രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും അതിൻ്റെ പകുതിയുമാണ്. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ് അല്ലേ. ഇൻ എനി ട്രയാങ്കിൾ ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ്സ് ഈസ് പാരലൽ ടു ദ തേർഡ് സൈഡ് ആൻഡ് ഈസ് ഹാഫ് ഓഫ് ഇറ്റ്സ് ലെങ്ത്. അപ്പോൾ ഈ പോയിന്റ്, ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ ഒരു ത്രികോണത്തിന്റെ വശത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് മറ്റൊരു ത്രികോണം വരച്ചിരിക്കുന്നു. വലിയ ത്രികോണത്തിന്റെ ചുറ്റളവ് ചെറിയ ത്രികോണത്തിന്റെ ചുറ്റളവിന്റെ എത്ര മടങ്ങാണ് പരപ്പളവ്? ഇതാണ് ചോദ്യം. ഓക്കെ, ഇൻ ദ പിക്ചർ ദ മിഡ് പോയിന്റ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ജോയിൻഡ് ടു ഫോം എ സ്മോളർ ട്രയാങ്കിൾ ഇൻസൈഡ്. How many times the perimeter of the small triangle is the perimeter of the large triangle? What about their areas? ഇപ്പോൾ ഈ ഫിഗറിൽ, ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ എന്താ സംഭവിച്ചിരുന്നത്? ബ്ലൂ ട്രയാങ്കിൾ ഇസ് എ ലാർജ് ട്രയാങ്കിൾ. ഓക്കെ, അതിൻ്റെ മിഡ് പോയിന്റ്സ് എ ബി സി, ഈ മിഡ് പോയിന്റ്സിന് ഈ 3 സൈഡ്സിൻ്റെ മിഡ് പോയിന്റ്സ് മിഡ് പോയിന്റ്സ് എടുത്ത് വേറൊരു ട്രയാങ്കിൾ വെച്ചിട്ടുണ്ട്, ദിസ് ഗ്രീൻ ട്രയാങ്കിൾ, സ്മോളർ ട്രയാങ്കിൾ. അവർ ചോദിക്കുന്ന റിലേഷൻ ഇതാണ്: സ്മോളർ ട്രയാങ്കിളിന്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ എത്രയാണ്? വാട്ട്സ് ദ പെരിമീറ്റർ ഓഫ് ദി സ്മോളർ ട്രയാങ്കിൾ ആൻഡ് ദി ഏരിയ വിത്ത് റെസ്പെക്ട് ടു ലാർജർ ട്രയാങ്കിൾ. വലിയ ട്രയാങ്കിളുമായിട്ട് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ പെരിമീറ്ററും ഏരിയ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണല്ലേ, ഈ സിമിലർ ക്വസ്റ്റ്യൻസ്, ഈ സിമിലർ ഫിഗർ നമ്മൾ കണ്ടതാണ്. ഓക്കെ, സോ ആദ്യം നമുക്ക്, അപ്പോൾ അതിന്റെ പ്രത്യേകത എന്തായിരുന്നു? എങ്ങനെ മിഡ് പോയിന്റ്സ് കണക്ട് ചെയ്ത് വരയ്ക്കും, ട്രയാങ്കിൾസ് വരയ്ക്കുമ്പോൾ ഈ ട്രയാങ്കിൾസിന്റെ ഏരിയാസ് എല്ലാം ഈക്വൽ ആയിരിക്കും. ഈ ചെറിയ ട്രയാങ്കിൾസിന്റെ ഏരിയാസ് എല്ലാം ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആയിരിക്കും ഇൻ ദ സെൻസ് ഈ വലിയ ട്രയാങ്കിളിന്റെ 4/1 എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ഈ വലിയ ട്രയാങ്കിളിന്റെ 4 ഈക്വൽ സ്മോൾ ട്രയാങ്കിൾസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. 4 തുല്യ ചെറിയ ത്രികോണങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ ഭാഗിക്കുന്നത്. 4 ചെറിയ ത്രികോണങ്ങൾ കൂടെ കാണാം. 1 2 3 4. ഈ 4 ചെറിയ ത്രികോണങ്ങൾ ഉണ്ടാകുന്നു. അതിന്റെ ഏരിയകൾ തുല്യമായിരിക്കും, അതിന്റെ പരപ്പളവുകൾ തുല്യമായിരിക്കും. അപ്പോൾ എന്തായിരിക്കും? വലിയ ത്രികോണത്തിന്റെ 4/1. ഈ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ കണക്ക് ചെയ്യാം. സോ നോക്കിയാൽ ഇവിടെ നമുക്ക് ഇതിന് പേര് കൊടുക്കാം. ഇനി എല്ലാത്തിനും പേര് കൊടുത്ത് തുടങ്ങുന്നത് എ ബി സി. ഓക്കെ, ദെൻ ഇതിന് പേര് കൊടുക്കാം പി ക്യു ആർ. എ ബി സി ലാർജർ ട്രയാങ്കിൾ ആണ്, പി ക്യു ആർ സ്മോളർ ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് എന്താണ്? ഏതെങ്കിലും രണ്ട് വശത്തിന്റെ മിഡ് പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന വര എന്തായിരിക്കും? മൂന്നാമത്തെ വശത്തിന് സമാന്തരവും അതിന്റെ പകുതിയുമായിരിക്കും നമ്മൾ പഠിച്ചു. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മളിവിടെ പറയാം പി കോമ ക്യൂ കോമ ആർ ആർ മിഡ് പോയിന്റ്സ്. ഓക്കെ, മിഡ് പോയിന്റ്സ് ഓഫ് എ സി കോമ ബി സി കോമ എ ബി റെസ്പെക്റ്റീവ്ലി. എന്താണ്? പി ക്യു ആർ എന്നിവ എ സി ബി സി എ ബി എന്നീ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന്റെ എല്ലാ അളവുകളും നമുക്ക് അറിയാൻ പറ്റില്ലേ? ഇപ്പോൾ ഇതില് പി ക്യു എന്ന് പറഞ്ഞ ലൈൻ എന്താണ്? എ സിയുടെയും ബി സിയുടെയും മിഡ് പോയിന്റ്സിനെ എടുത്ത് വരച്ചിരിക്കുന്ന ലൈനാണ് കേട്ടോ. മിഡ് പോയിന്റ്സിനെ എടുത്ത് വരച്ചിരിക്കുന്ന ലൈനാണ്. അപ്പോൾ അത് എന്തിന് പാരലായിരിക്കും? എ ബിക്ക് പാരലും ആയിരിക്കും, എ ബിക്ക് പാരലും ആയിരിക്കും, എ ബിയുടെ പകുതി ആയിരിക്കും. പി ക്യു എന്തായിരിക്കും? എ ബിക്ക് സമാന്തരമായിരിക്കും, എ ബിയുടെ പകുതി ആയിരിക്കും. അപ്പോൾ നമുക്ക് അതെങ്ങനെ എഴുതാം? പി ക്യു ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് എ ബി അല്ലേ? ഹാഫ് എ ബി എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് നോക്കാം? അടുത്ത ലൈൻ പി ആർ നോക്കിയാൽ പി ആർ എന്താണ്? പി ആറിന്റെ പ്രത്യേകത, പി ആർ എന്ന് പറയുന്നത് എ സി എന്ന് പറയുന്ന സൈഡിന്റെയും എ ബി എന്ന് പറയുന്ന സൈഡിന്റെയും മിഡ് പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് വരച്ച ലൈനാണ്.
അപ്പോൾ അത് എന്തിന് പാരലായിരിക്കും? ബി സി എന്ന് പറയുന്ന മൂന്നാമത്തെ വശത്തിന് പാരലും ആയിരിക്കും, ആ ബി സിയുടെ പകുതിയായിരിക്കും അല്ലേ. സോ നമുക്ക് എന്ത് പറയാം? പി ആർ എന്ന് പറയുന്നത് എന്താവും? പി ആർ ഇസ് ഈക്വൽ ടു ഹാഫ് ബി സി. അതുപോലെ തന്നെ എന്ത് നമുക്ക് പറയാം? ഈ വരുന്ന ക്യു ആർ എന്ന് പറയുന്ന ലൈൻ, ക്യു ആർ എന്ന് പറയുന്ന ലൈൻ എന്താണ്? എ ബി എന്ന വശത്തിന്റെയും ബി സി എന്ന വശത്തിന്റെയും മിഡ് പോയിന്റ്സ് എടുത്ത് കണക്ട് ചെയ്ത് വരച്ച ലൈനാണ്. അത് എന്തിന് പാരലായിരിക്കും? തേർഡ് സൈഡ് ആയിട്ടുള്ള എ സിക്ക് പാരൽ, സമാന്തരമായിരിക്കും അല്ലേ. അത് മാത്രമല്ല ക്യു ആർ എന്തായിരിക്കും? എ സിയുടെ ഹാഫ് ആയിരിക്കും, പകുതി ആയിരിക്കും. എ സിയുടെ പകുതി ആയിരിക്കും എന്ത്? ക്യു ആർ. സോ നമുക്ക് എന്ത് എഴുതാം? ക്യു ആർ ഇസ് ഈക്വൽ ടു ഹാഫ് എ സി. നൗ ഏരിയ ഓഫ് സ്മോളർ ട്രയാങ്കിൾ എന്താണ്? അല്ലെങ്കിൽ ഏരിയ ഓഫ് ലാർജർ ട്രയാങ്കിൾ നോക്കാം. ഓക്കെ, ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ എന്താണ്? ഏരിയയിൽ നോക്കാം, ആദ്യം പെരിമീറ്റർ അല്ലേ നോക്കേണ്ടത്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചെറിയ ത്രികോണത്തിന്റെ ചുറ്റളവ് എത്ര മടങ്ങാണ് അല്ലേ. സോ നമുക്ക് ആദ്യം പെരിമീറ്റർ നോക്കാം. ഓക്കെ, പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്താണ്? മൂന്ന് വശങ്ങളും കൂട്ടുക, എ ബി പ്ലസ് ബി സി പ്ലസ് എ സി അല്ലേ. എ ബി പ്ലസ് ബി സി പ്ലസ് എ സി, ത്രീ സൈഡ്സും ആഡ് ചെയ്യുന്നതാണ് ഇത് പെരിമീറ്റർ. സം ഓഫ് സൈഡ്സ് ആണ് പെരിമീറ്റർ എന്നുള്ളത് കേട്ടോ. ദെൻ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ഏതാണ് അടുത്ത് നോക്കേണ്ടത്? പി ക്യു ആർ, സ്മോൾ ട്രയാങ്കിൾ പി ക്യു ആർ. പി ക്യു ആറിന്റെ പെരിമീറ്റർ എന്താണ്? പി ആർ പ്ലസ് അല്ലേ, പി ആർ പ്ലസ് പി ക്യു പ്ലസ് എന്താണ്? ക്യു ആർ. നോക്കൂ, ഇത് തമ്മിലുള്ള റിലേഷൻ അറിയണമെങ്കിൽ പി ആറും പി ക്യൂവും ക്യു ആറും എങ്ങനെ വലിയ വശങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം അറിയണം. ഓക്കെ, ലാർജർ സൈഡുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തു എന്നുള്ള കാര്യം അറിയണം. അതാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പി ആർ എന്താണ്? ഹാഫ് ബി സി അല്ലെ, പ്ലസ് പി ക്യു എന്താണ്? ഹാഫ് എ ബി. ക്യു ആർ എന്താണ്? ഹാഫ് എ സി. then നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ബി സി പ്ലസ് എ ബി പ്ലസ് എ സി. ഇനി റീഅറേഞ്ച് ചെയ്ത് എഴുതണോ നിർബന്ധമാണ്, നമുക്ക് എന്ത് ചെയ്യാം? റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഹാഫ് എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. നോക്കൂ, വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്തായിരുന്നു? ചുറ്റളവ് എന്തായിരുന്നു? എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ആയിരുന്നു. ഇവിടെ എന്താണ്? ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ത് തോന്നുന്നു? എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ഡിവൈഡ് ബൈ 2. അതിൻ്റെ എന്തായി? പകുതിയായിട്ട് എന്ത് ചെയ്തു? മാറി, ഹാഫായിട്ട് മാറിയിട്ടുണ്ട്. സോ പെരിമീറ്റർ എന്താവും? ഹാഫ് ആവും. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി, ഓക്കെ, പി ക്യു ആർ അല്ലേ, പി ക്യു ആർ ഈക്വൽ ടു ഹാഫ് ഓഫ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി. വലിയ ത്രികോണത്തിന്റെ എന്താണ്? പെരിമീറ്ററിന്റെ പകുതിയാണെന്ത്? ചെറുതിന്റെ പരപ്പളവ്. ഓക്കെ, ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ്. ഇതാണ് നമ്മുടെ പരപ്പളവ് അല്ല, സോറി, ചുറ്റളവ് അല്ലേ. ചുറ്റളവ് എന്താണ്? വലുതിന്റെ പകുതിയാണെന്ത്? ചെറുതിന്റെ ചുറ്റളവ് നമുക്ക് ഇപ്പോൾ കാണാം. അപ്പോൾ നീല ത്രികോണത്തിന്റെ ചുറ്റളവ് പെരിമീറ്ററിന്റെ പകുതിയാണ് ഈ പച്ച ത്രികോണത്തിന്റെ ചുറ്റളവ്. ഓക്കെ, ശരി. അപ്പൊ അവരടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? ദെൻ വാട്ട് അബൌട്ട് ദെയർ ഏരിയാസ്? അതിന്റെ പരപ്പളവുകൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കും? നമുക്കറിയാം, ഇത് 4 ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. ഏരിയ ഓഫ് സ്മോളർ ട്രയാങ്കിൾസ് ആർ ഈക്വൽ ആണ്. ഓക്കെ, ഏരിയ ഓഫ് സ്മോളർ ട്രയാങ്കിൾസ് ആർ ഈക്വൽ. സിൻസ് പി ക്യു ആർ ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് ട്രയാങ്കിൾ എ ബി സി, ദ ഏരിയ ഓഫ് പി ക്യു ആർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഈ എല്ലാ ചെറിയ ട്രയാങ്കിൾസിന്റെ ഏരിയയ്ക്ക് ഈക്വൽ ആയിരിക്കും, അതായത് 1/4 ആയിരിക്കും. കാരണം ഇത് ഓൾറെഡി നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്കിതിൽ ഇനി കൂടുതൽ ചെയ്യേണ്ട കാര്യം ഇല്ല. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് ആണിത്. എന്ത്? ഈ ഏരിയ ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ ഇത് നോക്കിയതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. ഈ 4 കളർ ബ്ലൂ, ഗ്രീൻ, യെല്ലോ, റെഡ്, ഇതിന്റെ ഏരിയകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി.
സോ ആ കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും അത് തെളിയിക്കേണ്ട ആവശ്യം ഇല്ല. അത് ഓൾറെഡി അങ്ങനെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ വി ക്യാൻ സേ സിൻസ് P, Q, R are midpoints of the side their sides respectively, sides of larger triangle, area of each smaller triangles will be equal. Okay, ഇത് പറയുന്നു ഇതിന്റെ ഈ വലിയ ത്രികോണത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുവാണ് PQR. അതുകൊണ്ട് എന്താണ് നമുക്ക് പറയാം, ഈ ചെറിയ ത്രികോണങ്ങളുടെ എല്ലാം പരപ്പളവ് തുല്യമാണ്. അതായത് എന്ത് പറയാൻ പറ്റും, ഈ ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വലുതിന്റെ 4 ഇപ്പൊ 4 ട്രയാങ്കിൾസ് ഇല്ലേ. Therefore area of triangle PQR എന്തായിരിക്കും, 1/4 of area of triangle ABC എന്ന് നമുക്ക് പറയാം കേട്ടോ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. സോ വി ക്യാൻ ഇങ്ങനെ മിഡ് പോയിന്റ്സ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരും എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിന്റെ ആൻസർ. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഒരു കടലാസ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവാനാണ് ചാൻസ്, 8ാം ക്ലാസ്സിലോ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഹയർ ഇതിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ചിത്രങ്ങൾ നോക്കൂ. കടലാസിൽ വെട്ടിയെടുത്ത ഒരു ത്രികോണമാണ് ആദ്യ ചിത്രം. അതിൽ നിന്ന് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന നടുവിലെ ചെറിയ ത്രികോണം വെട്ടിമാറ്റിയാണ് രണ്ടാമത്തെ ചിത്രം. ഇതിലെ 3 ത്രികോണങ്ങളിൽ നിന്നും ഇതുപോലെ നടുവിലെ ത്രികോണം വെട്ടിമാറ്റിയതാണ് മൂന്നാമത്തെ ചിത്രം. ഓക്കെ, അങ്ങനെയെങ്കിൽ അവർ ചോദിക്കുന്നതാണ്, that is the first picture of that triangle cut out from the sheet of a paper, the second one shown with a small triangle in the middle joining the midpoints of the sides of cut off from the large triangle. The third picture shows such middle pieces cut off from each of the smaller triangles in the second picture. Okay, അപ്പോൾ അവർ പറയുന്ന വേറൊന്നുമില്ല, ഈ റെഡ് കളർ എന്ന് പറയുന്നത് ഈ റെഡ് കളർ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ട്രയാങ്കിൾ ആണ്. എന്നിട്ട് ഇതിന്റെ മിഡ് പോയിന്റ്സ് കണക്ട് ചെയ്ത് എന്ത് ചെയ്തു, കണക്ട് ചെയ്ത് ലൈൻ വരച്ചിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്തു, ആ നടുക്കുള്ള ട്രയാങ്കിൾ എന്ത് ചെയ്തു, കട്ട് ചെയ്ത് മാറ്റി. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു, ഈ മിഡ് പോയിന്റ്സ് ആദ്യം ഇവിടെ മിഡ് പോയിന്റ്സ് എടുത്തു. മിഡ് പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്തു, കണക്ട് ചെയ്യുന്ന ലൈനിൽ നിന്ന് ആ മിഡിലുള്ള ട്രയാങ്കിൾ എന്ത് ചെയ്തു, അവർ കട്ട് ചെയ്ത് മാറ്റി. ഇതിനെ കട്ട് ചെയ്ത് അവർ ആദ്യം എന്ത് ചെയ്തു, മാറ്റി. അപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടി. എന്നിട്ട് ഈ 3 ട്രയാങ്കിളിലെ 3 റെഡ് ട്രയാങ്കിൾസ്, 3 പീസ് ഓഫ് പേപ്പർ, ഈ നടുക്കുള്ള പീസ് പേപ്പർ പോയി, ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഈ 3 ട്രയാങ്കിൾസിന്റെ മിഡ് പോയിന്റ്സ് എന്ത് ചെയ്തു, അവർ കണക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ 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 ഇങ്ങനെ, അടുത്ത് ഇങ്ങനെ. എന്നിട്ട് എന്ത് ചെയ്തു, ഇതിനെ ഞാൻ കട്ട് ചെയ്ത് എന്ത് ചെയ്തു, കളഞ്ഞു. ഇതിനെയും ഈ ഭാഗങ്ങളെയും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, ഈ ചിത്രം കിട്ടി. അപ്പോഴാണ് ഈ ചിത്രം കിട്ടിയത്. അങ്ങനെയെങ്കിൽ ഇതാണ് ചോദ്യം. ഇനി അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യം എന്താണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, what fraction of the area of the paper in the first picture is the area of the paper in the second picture? രണ്ടാമത്തെ ചിത്രത്തിലെ കടലാസിന്റെ പരപ്പളവ് ആദ്യ ചിത്രത്തിന്റെ പരപ്പളവിന്റെ എത്ര ഭാഗമാണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. സോ ഇത്രയും പേപ്പർ ഉണ്ടായിരുന്നു, അതിന്റെ മിഡ് പോയിന്റ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ചെയ്തത്, അവർ ഒരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞത്. സോ ഈ രണ്ടാമത്തെ പിക്ചറിലെ പരപ്പളവത്തിന് വലുതിനെ അപേക്ഷിച്ച് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്കറിയാം, നമുക്ക് വേണമെങ്കിൽ ഇവിടെ പേര് കൊടുക്കാം. A, B, C. ഓക്കെ, A, B, C. ഇതിനെ P, Q, R എന്ന് എഴുതാം. A, B, C, P, Q, R. നമുക്കറിയാം എന്ത് പറയുന്നു, ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, P, Q, R are midpoints of എന്താണ്, AB, BC, AC respectively. BC, AC respectively അല്ലേ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അങ്ങനെ ഇത് മിഡ് പോയിന്റ്സ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ഈ സ്മോളർ ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ ഓഫ് സ്മോളർ ട്രയാങ്കിൾസ് വിൽ ബി 1/4 ഓഫ് ദി ഏരിയ ഓഫ് ലാർജർ ട്രയാങ്കിൾ അല്ലേ? ഏരിയ ഓഫ് smaller triangle PQR equal to 1/4 of area of ABC എന്ന് നമുക്ക് പറയാൻ പറ്റും. 1/4 of area of ABC എന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഇത് 1/4 ആണ്, ഇത് 1/4 ആണ്, ഇത് 1/4 ആണ്, ഇത് 1/4 ആണ്. സോ ഇനി നമ്മുടെ റിമൈനിങ് പേപ്പർ എത്രയാണ്? ഏരിയ ഓഫ് ദി പേപ്പർ ഇൻ ദ സെക്കൻഡ് പിക്ചർ എന്തായിരിക്കും? Therefore, area of paper in second picture എന്തായിരിക്കും? ഈ മൊത്തത്തിൽ 1 ആയിരുന്നു ഏരിയ. മൊത്തത്തിലുള്ള ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? 1/4 ഏരിയ എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഏരിയ മൈനസ് a/4 ഈക്വൽ ടു 3a/4 ആണ്. 3a/4 ആണെന്ത് നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള എത്രയാണ്? 3a/4 ആണ് കേട്ടോ. സോ ഏരിയ ഓഫ് പേപ്പർ ഇൻ ദ സെക്കൻഡ് പിക്ചർ എന്താണ്? സെക്കൻഡ് പിക്ചറിൽ നടുക്കുള്ള ഒരു പീസ് പോയി. അപ്പോൾ a/4 ടോട്ടൽ ഏരിയ എ എന്നിരിക്കട്ടെ. അപ്പോൾ ടോട്ടൽ ഏരിയ എ എന്നെടുത്തോ. ടോട്ടൽ ഏരിയ ഓഫ് ABC എന്ത്? എ എന്നെടുത്താൽ ദെൻ ഏരിയ ഓഫ് പേപ്പർ റിമൈനിങ് എന്തായിരിക്കും? ഇതിൽ നിന്ന് നടുക്കുള്ള a/4 എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളഞ്ഞാണ്. a/4 കട്ട് ചെയ്ത് കളഞ്ഞാണ് എന്ത്? ദിസ് വൺ. ദാറ്റ് ഈസ് എത്ര പാർട്ട് വരും? 3/4 പാർട്ട്. ഓക്കെ, 3/4 പാർട്ടാണ് എന്ത് ചെയ്യുക വരിക. ഓക്കെ, അത് നാലായിട്ട്, ഒരു എണ്ണത്തിന് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? 4 പീസസ് ആക്കിയിട്ട് അതിൽ ഒരു പീസ് കട്ട് ഔട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്ത് വരും നമുക്ക്? ബാക്കി 3 പീസ് അവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ 3 × 1/4 ദാറ്റ് ഈസ് 3/4 പാർട്സ് ആണ് അവിടെ ബാക്കി ഉണ്ടാവുക. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. എങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചിത്രത്തിൽ എത്ര പാർട്ട് ഉണ്ടാവും അവർ ചോദിക്കും. മൂന്നാമത്തെ ചിത്രത്തിൽ ഇതിൽ ഓൾറെഡി നമുക്ക് ഇവിടെ എന്തുണ്ട്? ABC. ഓക്കെ, ഇതിൽ വരച്ചാൽ മതി. ABC PQR ആയിരുന്നു അല്ലേ? ABC PQR ആയിരുന്നു. ഓക്കെ, ഇവിടെ ABC PQR ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും എന്ത് ചെയ്തു? ഇതിന്റെ മിഡ് പോയിന്റ്സ് എല്ലാം കട്ട് ചെയ്തു അല്ലേ? അപ്പോൾ നമുക്ക് ഈ മിഡ് പോയിന്റ്സ് എല്ലാം കട്ട് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി എങ്ങനെ വന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ചെറിയ ട്രയാങ്കിൾസ് എങ്ങനെയാണ് കിട്ടിയത്? വീണ്ടും ഈ മൂന്നാമത്തെ ചിത്രത്തിലെ ചെറിയ ട്രയാങ്കിൾസ് അത് നോക്കുവാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ APR, ഈ ട്രയാങ്കിൾ ഉണ്ടോ APRന്റെ മിഡ് പോയിന്റ്സ് ഇവിടെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ മിഡ് പോയിന്റ്സ് കണക്ട് ചെയ്തുകൊണ്ട് എന്താണ് ഈ ചെറിയ ട്രയാങ്കിൾ എന്തായി? APRന്റെ ഏരിയയുടെ പകുതിയായി അല്ലേ? APRന്റെ ഏരിയയുടെ പകുതിയല്ല, 4/1 മാറി. അപ്പോൾ ഇതെന്തായി? 4/1. ഇതെന്തായി? 4/1. ഏതിൻ്റെ? ഈ ചെറിയ ട്രയാങ്കിൾസിൻ്റെ കേട്ടോ, ചെറിയ ട്രയാങ്കിൾസിൻ്റെ. അപ്പോൾ അങ്ങനെ എത്ര ട്രയാങ്കിൾസ് പോയി? ഈ 3 ട്രയാങ്കിൾസിൽ നിന്ന് ഓരോ ചെറിയ ട്രയാങ്കിൾസ് പോയില്ലേ? അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ എന്താണ്? ഏരിയ ഓഫ് ഈ രണ്ടാമത്തേതിലുള്ള ഏരിയ എന്തായിരുന്നു? 3/4 പാർട്ടായിരുന്നു. 3/4 ടൈംസ് ഏരിയ ആയിരുന്നു. ആ 3/4 ടൈംസ് ഇത് ഓരോന്നും 1/4 ആണ്. 1/4ന്റെ 1/4 ടൈംസ് എന്ത് ചെയ്തു? വീണ്ടും പോയി. റിമൈനിങ് എത്രയേ ഉള്ളൂ? 3/4 ടൈംസേ ഉള്ളൂ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ APR, ഈ ഫിഗറിലെ ഏരിയ ഓഫ് ട്രയാങ്കിൾ APR എന്നാണ്. ഈ ടോട്ടൽ ഏരിയ നമ്മൾ എ എന്നല്ല എടുത്തത്. ടോട്ടൽ ഏരിയ ഓഫ് ABC എന്താണ്? ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞാൽ എ ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ APR ഈക്വൽ ടു ട്രയാങ്കിൾ PBQ ഈക്വൽ ടു ട്രയാങ്കിൾ RQC എന്താണ്? അതെന്താണ്? a/4 ആണ്. ഓക്കെ, a/4 ആണെന്ന് നമുക്കറിയാം. ഇനി ഇതിന്ന് ബാക്കി ഈ നടുക്കുള്ള ഒരു പീസ് പോയി കഴിഞ്ഞു. 1/4 പീസ് എന്ത് ചെയ്തു? ഈ ചെറുതിൽ നിന്നും പോയി അല്ലേ? APR എന്ന് പറയുന്ന ട്രയാങ്കിൾ, ഫോർ എക്സാമ്പിൾ APR എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ നടുക്കുള്ള ഈ പോർഷൻ എന്ത് ചെയ്തു? കട്ട് ഔട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതായത് എന്താണ്?
APRന്റെ 4 ഭാഗം പോയി, ബാക്കി എന്തുണ്ടാവും? 1/4 എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്തുണ്ടാവുള്ളൂ? 3/4 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏരിയ ഓഫ് റിമൈനിങ് പോർഷൻ എന്തായിരിക്കും? ഏരിയ ഓഫ് റിമൈനിങ് പോർഷൻ ഇൻ ട്രയാങ്കിൾ APR എന്താണ്? ടോട്ടൽ ഏരിയ ഇപ്പം എത്രയേ ഉള്ളൂ അവിടെ? A/4. A/4ന്റെ 3/4 ആയിരിക്കും എന്ത് ചെയ്യുക? ഉണ്ടാവുക. ഈ APRനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലൊരു പീസാണ് ഇത് പോയത്. 3/4 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്താണത് കിട്ടുന്നത്? 3/16A ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ഉണ്ടാവുക. 3/16A ആണ് നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടാവുന്നത്. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഏരിയ റിമൈനിങ് എത്രയായിരിക്കും? അങ്ങനെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് ഇവിടെ? 3 ട്രയാങ്കിൾസ് ഉണ്ട്. സോ ടോട്ടൽ ഏരിയ റിമൈനിങ് എന്തായിരിക്കും? ടോട്ടൽ ഏരിയ റിമൈൻ എന്തായിരിക്കും? അങ്ങനെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? APR ഉണ്ട്, PQB ഉണ്ട്, RQC ഉണ്ട്. 3 ട്രയാങ്കിൾസ് ഉണ്ട്. 3 × 3/16A ആണ്. അതായത് 9/16A ആണ് ഉണ്ടാവുക. സോ അതായത് 9/16 പാർട്സ് ആണ് എന്ത് ചെയ്യുക? ബാക്കി ഉള്ളത് കേട്ടോ. 9/16 പാർട്സ് ആണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇതിൽ എത്ര പാർട്ട് ബാക്കി ഉണ്ടായിരുന്നു? 3/4 പാർട്ട് ബാക്കി ഉണ്ടായിരുന്നു. ഇതിൽ 9/16 പാർട്ടാണ് ബാക്കിയുള്ളത് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ വലിയ ട്രയാങ്കിളിൽ നിന്ന് നടുക്കുള്ള ഒരു ചെറിയ ട്രയാങ്കിൾ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ 4 ഭാഗം പോയി. ഓക്കെ, 1/4 പോയി. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് എന്തായിരിക്കും? 3/4 ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ വീണ്ടും ആ 3/4 ഉള്ളതിൽ എന്ത് ചെയ്യുന്നു? 1/4 വീതം എന്ത് ചെയ്തു? കട്ട് ചെയ്ത് പോയി. അങ്ങനെ 3 ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ? ഈ മിഡിലുള്ള ട്രയാങ്കിൾ ഓൾറെഡി പോയതുകൊണ്ട് അത് നമുക്ക് കണക്കിൽ എടുക്കാൻ പറ്റില്ല. സോ ആ 3 ട്രയാങ്കിൾസിൽ നിന്ന് പോയതുകൊണ്ട് 3 × 3/4 ആയിട്ട് അത് മാറും. ഓക്കെ, അപ്പോൾ ഏരിയ എന്താണ്? ഓൾറെഡി 1/4 ആണ് ഓരോന്നിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ എന്തായി? 3 × A/4 × 3/4 ആയി. അപ്പോൾ 3/16. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 3/16 ഏരിയ ഉള്ള 3 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ എന്തായി? 9/16A ആയിട്ട് മാറി. അതായത് 16ൽ 9 ഭാഗം ഇനി എന്തുണ്ടോ ബാക്കിയുള്ളൂ കേട്ടോ. 16ൽ 9 ഭാഗം. അത് നമുക്ക് എങ്ങനെ കൗണ്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിത് ചെറിയ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്താലേ, നമ്മളിതിനെ ചെറിയ ട്രയാങ്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്ത് നോക്കും. ഇതിനെ നമുക്ക് ഇങ്ങനെ മുറിക്കാം. ഇതിൻ്റെ എല്ലാ ഏരിയ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ഇതിനെ ചെറിയ ട്രയാങ്കിൾ ആക്കിയാൽ ഇതിൻ്റെ എല്ലാ ഏരിയ ഈക്വൽ ആയിരിക്കും. ഈ വെള്ള ത്രികോണത്തിൻ്റെയും ചുവപ്പ് ത്രികോണത്തിൻ്റെ എല്ലാ ഏരിയ എണ്ണം നമ്മൾ നോക്കും. ഇതിൻ്റെ എല്ലാ ഏരിയ ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ എണ്ണം നോക്കൂ. ചുവപ്പ് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. 9 എണ്ണം റിമൈനിങ് ഉള്ളൂ. ബാക്കി വെള്ള ത്രികോണങ്ങളുടെ എണ്ണം നോക്കിയാലോ? 1, 2, 3, 4, 5, 6, 7. 9, 7 എത്ര? മൊത്തം 16 ചെറിയ ത്രികോണങ്ങളുണ്ട്. അതിൽ ബാക്കി എത്ര എണ്ണേ ഉള്ളൂ? നമുക്ക് പേപ്പറിൽ 9 എണ്ണേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇത്രയും പോർഷനാണ് ബാക്കി നമുക്ക് ഉള്ളത്. ആണ് ഇതിൻ്റെ ഏരിയ എല്ലാം തുല്യമാണ്, ചെറുതിൻ്റെ എല്ലാം. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് ചെയ്യും? 9/16 ആണ് വരുന്നത്. ഈസി ആയിട്ട് നോക്കിയാൽ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. സോ ദിസ് വൺ, എ quadrilateral is drawn with the midpoints of the sides of a right triangle and its square corners are vertices. ഒരു മട്ടത്രികോണത്തിന്റെ മട്ടമൂലയും വശങ്ങളുടെ മധ്യബിന്ദുക്കളും മൂലകളായി ഒരു ചതുർഭുജം വരച്ചിരിക്കുന്നു. ഓക്കെ, പ്രൂവ് ദാറ്റ്, ക്വസ്റ്റ്യൻ ഇതാണ്, പ്രൂവ് ദാറ്റ് ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് എ റെക്ടാംഗിൾ. ഈ ക്വാഡ്രിലാറ്ററൽ റെക്ടാംഗിൾ ആണെന്ന് എന്ത് ചെയ്യുക? തെളിയിക്കുക. അത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ചതുർഭുജം എന്താണ്? ചതുരമാണെന്ന് തെളിയിക്കണം. ഒന്ന്. ദെൻ സെക്കൻഡ് വൺ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ഏരിയ ഈസ് ട്രയാംഗിൾ ഈസ് ദ ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ഏരിയ ഓഫ് ദി ട്രയാംഗിൾ ഈസ് ദ ഏരിയ ഓഫ് റെക്ടാംഗിൾ. ചതുരത്തിന്റെ പരപ്പളവ് ത്രികോണത്തിന്റെ പരപ്പളവിന്റെ എത്ര ഭാഗമാണ് എന്നുള്ളത് കൂടി വേണം കണ്ടുപിടിക്കണം. അപ്പം ഞാൻ 2 കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? 2 സബ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉള്ളത്. അപ്പോൾ ഈ നീല ത്രികോണത്തിന്റെ മിഡ് പോയിന്റ്സ്, ഓക്കെ, മിഡ് പോയിന്റ്സ് ആണ് ആയിട്ട് എന്തുണ്ട്? ഇത് നമ്മളൊരു ക്വാഡ്രിലാറ്ററൽ ചതുർഭുജം വരച്ചിട്ടുണ്ട് കേട്ടോ. ഈ മട്ടത്രികോണത്തിന്റെ മട്ടമൂലയും വശങ്ങളുടെ മധ്യബിന്ദുക്കളും മൂലകളായ ഒരു ചതുർഭുജം വരച്ചിരിക്കുന്നു. അപ്പോൾ വശങ്ങളുടെ മധ്യബിന്ദുക്കളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഇതിന് പേര് കൊടുത്താലോ? ABC. ഇതിന് നമുക്ക് PQR എന്ന് കൊടുക്കാം. PQR.
അപ്പോൾ ഇത് നോക്കിയാൽ എന്താണ്, ഇതെല്ലാം മിഡ് പോയിന്റ്സ് ആണ്. പി എന്താണ്, നമുക്കിവിടെ ചിത്രത്തിൽ നോക്കുമ്പോൾ ആദ്യം കാണുന്നതാണ് ഇത് മിഡ് പോയിന്റ്സ് എന്ന് അവർ പറഞ്ഞു അല്ലേ. അപ്പോൾ പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എന്താണ്, എ ബി. പി മിഡ് പോയിന്റ് ഓഫ് എ ബി. പി എന്ന് പറയുന്നത് എന്താണ്, എ ബിയുടെ മിഡ് പോയിന്റ് ആണ് അല്ലേ. ക്യൂ എന്ന് പറയുന്നത് എന്താണ്, ക്യൂ സി ബിയുടെ മിഡ് പോയിന്റ് ആണ്. ക്യൂ മിഡ് പോയിന്റ് ഓഫ് ബി സി. സി എന്താണ്, സോറി ആർ എന്താണ്, മിഡ് പോയിന്റ് ഓഫ് എ സി അല്ലേ. അത് നമുക്ക് ചിത്രത്തിൽ നിന്ന് അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് കൂടാതെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഓക്കെ, അതുകൂടാതെ അവരെന്താ പറഞ്ഞിട്ടുള്ളത്, അവർ പറഞ്ഞത് ഇതൊരു മട്ടമൂലയും കൂടെ ചേർത്താണ് വരച്ചിട്ടുള്ളത് അല്ലേ. മട്ടമൂലയും കൂടെ ചേർത്താണ്, അതായത് എ എന്ന് പറയുന്ന ഇവിടെ ആംഗിൾ എന്തായിരിക്കും, ആംഗിൾ എ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. ആംഗിൾ എ 90 ഡിഗ്രിയാണ്. ഇനി നമ്മൾ നോക്കിയാൽ അവർ മിഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, എ പി എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് എ പി എന്തിന് ഈക്വൽ ആയിരിക്കും, പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി അല്ലേ. പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എ പി ഈക്വൽ ടു പി ബി ഈക്വൽ ടു എന്തിന് തുല്യമായിരിക്കും, ആർ ക്യൂവിന് തുല്യമായിരിക്കും. കാരണം എന്താണ്, ഇത് മിഡ് പോയിന്റ് ആണ്, അത് മാത്രമല്ല ഇതിന് പാരലായിട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. സോ എന്തായിരിക്കും, നമ്മൾ നേരത്തെ പഠിച്ച കോൺസെപ്റ്റ്, ഒരു വശത്തിന് രണ്ട് വശങ്ങളുടെ മിഡ് പോയിന്റ്സ് കണക്ട് ചെയ്ത് വരയ്ക്കുന്നവരെ എന്തായിരിക്കും, മൂന്നാമത്തെ വശത്തിന് പാരലും ആയിരിക്കും, മൂന്നാമത്തെ വശത്തിന്റെ പകുതി ആയിരിക്കും അല്ലേ. ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് എനി ട്രയാങ്കിൾ, any two sides of a triangle is parallel to the third side and is half of the third side അല്ലേ. അതുള്ളതുകൊണ്ട് നമുക്ക് എന്താ പറയാം, this is equal to half എ ബി എന്ന് നമുക്ക് പറയാം. And similarly ഇതിന്റെ കേസ് പറയാമല്ലോ, എ ആർ എന്തായിരിക്കും, ആർ മിഡ് പോയിന്റ് ആയതുകൊണ്ട് എ സിയുടെ മിഡ് പോയിന്റ് അല്ലേ ആറ്, നമുക്ക് എന്ത് പറയാൻ പറ്റും, എ ആർ ഇസ് ഈക്വൽ ടു ആർ സി ഈസ് ഈക്വൽ ടു, അതിന് പാരലായിട്ട് എന്താ പറയുന്നത്, പി ക്യു എന്തായിരിക്കും, ഹാഫ് എ സി എന്നുള്ളതായിരുന്നു നമുക്ക് പറയാം. ഹാഫ് എ സി എന്നുള്ളതായിരുന്നു നമുക്ക് പറയാം. ഇനി ഇത് പാരലാണ് എന്നുള്ള മിഡ് പോയിന്റ്സ് ആയതുകൊണ്ട് എന്തായിരിക്കും, അത് പാരലും ആയിരിക്കും. അതായത് പി ക്യു എന്തായിരിക്കും, പി ക്യു ഈസ് പാരലൽ ടു വാട്ട്, എ സി. പി ക്യു ഈസ് പാരലൽ ടു എ സി ആണ്. സിമിലർലി എ സിക്ക് പാരലാണെങ്കിൽ എന്താണ്, എ ആറിന് പാരലാണ്. സിമിലർലി ആർ ക്യു ഈസ് പാരലൽ ടു എ ബി. അപ്പോൾ എ പി എന്ന് പറയുന്നത് ആർ ക്യൂവിന് പാരലാണ്. എ പി മീൻസ് എ ബി പാരലൽ ടു ആർ ക്യൂ. അതുപോലെ എ സി ഇസ് പാരലൽ ടു പി ആർ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായി. ഇവിടെ നോക്കിയാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമായി, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലും ഈക്വലുമായി. അത് മാത്രമല്ല വൺ ആംഗിൾ എന്തായി, 90 ഡിഗ്രി ആയി. ഒരു ആംഗിൾ 90 ഡിഗ്രി ആയി. അങ്ങനെ കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇറ്റ്സ് എ റെക്റ്റാങ്കിൾ. ഈ ക്വാഡ്രിലാറ്ററൽ എന്താണ്, ഒരു റെക്റ്റാങ്കിൾ ആണ്. സിൻസ് opposite sides are parallel and equal and one angle is 90 degree, therefore APQR is rectangle. എന്താണ്, എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്. അത് മാത്രമല്ല എന്താണ്, എതിർവശങ്ങൾ തുല്യവും സമാന്തരവും ഒരു കോൺ 90 ഡിഗ്രി ആയതുകൊണ്ട് ഇതെന്തായിരിക്കും, എ പി ക്യു ആർ എന്തായിരിക്കും, ഇതൊരു ചതുരമായിരിക്കും. ഇതൊരു ചതുരമായിരിക്കും എന്ന് പറയാം. ഓക്കെ, എതിർവശങ്ങൾ തുല്യവും സമാന്തരമായാൽ എന്താവും, നമുക്ക് ഒരു പാരലോഗ്രാം ആവാം. സാമാന്തരികം ആവാം. പക്ഷെ അതേ സാമാന്തരികത്തിൽ ഒരു കോൺ 90 ഡിഗ്രി ആയാൽ അതെന്തായി, അത് ചതുരമായി മാറും കേട്ടോ. കോൺ 90 ഡിഗ്രി, ആംഗിൾ 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം റെക്ടാങ്കിൾ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ എന്തിൽ വരാം, പാരലോഗ്രാമിലാണ് വരിക. പാരലോഗ്രാമിൽ വൺ ആംഗിൾ ഈസ് 90 ഡിഗ്രി ആയാൽ ദാറ്റ് വിൽ ബിക്കം റെക്ടാങ്കിൾ. ഓക്കെ, സാമാന്തരികത്തിൽ ഒരു കോൺ 90 ഡിഗ്രി ആയാൽ എന്താവും, ചതുരമാവും. സോ വി ക്യാൻ സേ APQR ഈസ് ദി റെക്ടാങ്കിൾ എന്ന് പറയാം. സോ ഹെൻസ് വി പ്രൂവ്ഡ് ദിസ് quadrilateral is a rectangle. So what is the next two? എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഒന്നാമതാണ് prove this quadrilateral is a rectangle. So we have proved that this quadrilateral is a rectangle. Then
വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഇസ് ദ ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ? ഈ ട്രയാങ്കിളിന്റെ എത്ര ഫാക്ടറാണ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് നോക്കാം? ഇറ്റ്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? സെക്കൻഡ് വൺ ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്താണ്? ഹാഫ് എ ബി ഇൻറ്റു എ സി അല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ അതല്ലെങ്കിൽ ഹാഫ് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ്. റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഹാഫ് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്. അതായത് എ ബിയും എ സിയും ആണ് പെർപെൻഡിക്കുലർ സൈഡ്സ്. ഹാഫ് ഓഫ് എ ബി ആൻഡ് എ സി എന്ത്? ഹാഫ് എ ബി എ സി വന്നു അല്ലേ? ദെൻ ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ എന്ത് വരും? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എ പി ക്യു ആർ എന്ത് വന്നു? എ പി ഇൻറ്റു എ ആർ വരും. എ പി ഇൻറ്റു എ ആർ. അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. എ പി കാരണം വശങ്ങളുടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ്സ് എ പി ഇൻറ്റു എ ആർ. നീളം ഗുണം വീതി അതാണ് എന്ത്? ചതുരത്തിൻ്റെ പരപ്പളവ്, ഏരിയ. ദെൻ ത്രികോണത്തിനാണെങ്കിൽ ഹാഫ് ബി എച്ച് അല്ലേ? ബേസ് ഇൻറ്റു പാദം ഗുണം ലംബം ഇൻറ്റു 1/2 അതാണെന്ത്? ത്രികോണത്തിൻ്റെ വരുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്ക് എ ബിയും എ സി ആയിട്ട് കണക്ട് ചെയ്യണം. അവർ ചോദിക്കുന്നത് എന്താ? ത്രികോണത്തിന്റെ പരപ്പളവിന്റെ എത്ര ഭാഗമാണ്? ഏരിയ ഈസ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്നാണ് ക്വസ്റ്റ്യൻ. സോ നോക്കിയാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യേണ്ട ട്രയാങ്കിൾ സൈഡ്സുമായിട്ട് റിലേറ്റ് ചെയ്താൽ എ പി എന്താണ്? എ പി ഈക്വൽ ടു ഹാഫ് എ ബി ആണ് അല്ലേ? ഇറ്റ് ഇസ് ഹാഫ് എ ബി ഇൻറ്റു എ സി എന്താണ്? എ സി ഈക്വൽ ടു എ ആർ ഈക്വൽ ടു ഹാഫ് എ സി. ഹാഫ് എ സി. സോ ഇതെന്ത് വരും? 1/4 ടൈംസ് എ ബി ഇൻറ്റു എ സി ആണ് വരിക. 1/4 ടൈംസ് എ ബി ഇൻറ്റു എ സി ആണ് വരിക. അപ്പോൾ ഏത് ഫ്രാക്ഷനിലായിരിക്കും വരിക? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്തായിരിക്കും? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്തായിരിക്കും? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്നാണ് 1/4 ടൈംസ് എ ബി ഇൻറ്റു എ സി. 1/4 ടൈംസ് എ ബി ഇൻറ്റു എ സി ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ത് വന്നു നമുക്കിവിടെ? 1/2 ടൈംസ് എ ബി ഇൻറ്റു എ സി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ബിയും എ സി ന്യൂമറേറ്റർ ഡിവൈഡ് ആയി പോകും. സോ 1/4 ഇൻറ്റു 2/1 ദാറ്റ് ഈസ് 1/2 ഫ്രാക്ഷൻ ആണ്. ഫ്രാക്ഷൻ എത്ര വരും? 1/2 ടൈംസ്. ദാറ്റ് ഈസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു 1/2 ടൈംസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ദിസ് ഈസ് അവർ ആൻസർ. എന്ത് ഫ്രാക്ഷനാണ്? 1/2 ടൈംസ് എന്നുള്ള ഫ്രാക്ഷനിലാണ് വരിക. അപ്പോൾ ഈ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ പകുതിയാണ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, എല്ലാം മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. മനസ്സിലാവാത്തവർ ഒന്നുകൂടെ സ്ലോ ആയിട്ട് റിവൈസ് ചെയ്ത് ഒന്നുകൂടെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ എന്ത് ചെയ്യും? ക്ലിയർ ആവും. അത് വളരെ സിമ്പിളായിട്ട് ഈ കോൺസെപ്റ്റ് എടുത്തിട്ട് ആ കോൺസെപ്റ്റിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ഒക്കെ കിട്ടും. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.